ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. നമുക്കിന്നൊരു ചുരിദാറിൽ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം ഫ്രെയിം, പിന്നെ അതുപോലെ കത്രിക, ചോക്ക്, പിന്നെ സാധാരണ മെഷീൻ നൂലാണ് കേട്ടോ നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് മാത്രം പോരാ കേട്ടോ, വർക്ക് ചെയ്യാൻ മെയിനായിട്ടുള്ള ആൾ വേണ്ടേ. ഇതാണ് കേട്ടോ നമ്മുടെ ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ്. ഈ ഒരു ഗോൾഡൻ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്കാലപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ലീവിലാണ് കേട്ടോ. സ്ലീവിലും നെക്കിലൊക്കെ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ സ്ലീവിലാണ് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് ഇതുപോലെ ആദ്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സ്കാലപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള ഏതും നമുക്ക് സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചെറിയ സ്കാലപ്പാണ് നമ്മളതിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കുപ്പിയുടെ മൂടി എടുത്തിട്ടാണ് അങ്ങനെ സ്കാലപ്പ് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം ഒരുപോലെ തന്നെ ആവേണ്ട, അതുകൊണ്ട് തന്നെ സെയിം മൂടി കൊണ്ട് തന്നെ നമ്മൾ എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇതിന് നമ്മൾ കട്ട് ചെയ്യാതെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കട്ട് ചെയ്യാതെയും കട്ട് ചെയ്തും സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മൾ കസ്റ്റമറുടെ സൗകര്യം പോലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതാണ് കേട്ടോ ഫൈനലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രെയിമിട്ട് സെറ്റാക്കി വെക്കുകയാണ്. ഫ്രെയിം രണ്ട് രീതിയിലും വെക്കാം കേട്ടോ. നമ്മൾ ടൈറ്റാക്കുന്ന ഒരു ഭാഗം താഴ്ത്തി വെക്കുന്ന ഭാഗം മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ അത് എങ്ങോട്ടും പോവില്ല. അത് ജസ്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വർക്ക് എടുത്ത് ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇത് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ, മോന് കൂടെ ഉണ്ട്. അവന് കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടോയ്സിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഇതുപോലെ കേട്ടോ. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, നമ്മൾ ആ ഒരു ഇതിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കും. ഈ നീഡിലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷുഗർ കട്ട് ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നീഡിൽ നമ്പർ 12 ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ആരി വർക്കൊക്കെ ചെയ്യാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് സ്കാലപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആരി നീഡിൽസോ അല്ലെങ്കിൽ ആരി സ്റ്റാൻഡൊന്നും ഉപയോഗിക്കാതെയാണ് സാധാരണ ഫ്രെയിം ഇട്ടിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച സ്കാലപ്പിൻ്റെ ഇതിലൂടെ ഇങ്ങനെ ഓരോന്ന് തുന്നി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒന്ന് മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം പഠിക്കുമ്പോഴൊക്കെ. പിന്നെ പറഞ്ഞാൽ ഇത് എടുക്കുന്നതിൻ്റെ ആ ഒരു നീറ്റ്നെസ് നമ്മൾ രണ്ടെണ്ണം എടുത്താൽ പോലും കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഇതുപോലെ പിന്നെ റിവേഴ്സ് എടുത്തിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒന്ന് ചെയ്തതിന് പിന്നെ അടുത്ത് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഗ്യാപ്പിൻ്റെ ഇപ്പുറത്ത് കൂടെയാണ് സൂചി കുത്തി വലിച്ചെടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഇത്ര കട്ട് ബീഡ്സ് ഇത്ര ഒരു സൈസ് ഉണ്ട്, ആ സൈസിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ ബാക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുന്നി കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അതിന് നല്ല ക്ഷമമാണ് കേട്ടോ. നമുക്ക് എളുപ്പപ്പണി എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഒരു ആരി വർക്കിൽ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഓരോന്നെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ, അത്ര ഷുഗർ കട്ട് ബീഡ്സ് ആണ്. അതിങ്ങനെ ഓരോന്നെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷമയും സമയവും ഒക്കെ നമുക്ക് വേണം. നമ്മൾ ക്ഷമയെടുത്തും സമയമെടുത്തും ചെയ്യുന്നതിൻ്റെ നമുക്ക് ഔട്ടർ ലുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിക്കാറ് കേട്ടോ. കാരണം നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മടി, കുറച്ചൊക്കെ ഫസ്റ്റ് ചെയ്ത് രണ്ടാമത് ചെയ്യുമ്പോൾ നല്ല മടിയൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മൾ ഫൈനൽ ലുക്ക് നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഒരു 5 നമ്മൾ തുന്നിയപ്പോൾ തന്നെ ഈ ഒരു നീറ്റ്നെസ് നമ്മൾ 2 വെച്ചാൽ പോലും കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ആരി വർക്ക് ചെയ്യുന്നതിൻ്റെ അതേ ഫിനിഷിങ്ങോടെ തന്നെയാണ് കേട്ടോ ഈ നോർമൽ സ്റ്റിച്ചിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആരി വർക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത്ര ഈസി പിന്നെ വേറെ ഒന്നുമില്ല. ഇതുപോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആരി വർക്ക് അറിയാത്തവർക്ക് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡൽ ചെയ്താലും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് ഓരോന്ന് വെച്ചതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ 2-3 എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഓരോന്ന് ചെയ്യുമ്പോഴും നല്ല വലിച്ച് ടൈറ്റായിട്ട് വേണം കേട്ടോ അടുത്തത് ചെയ്യാൻ. എന്നാൽ ആ ഒരു ഫിനിഷിങ്ങും പിന്നെ ടൈറ്റും അല്ലെങ്കിൽ ലൂസായി കിടന്നാൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിനി എങ്ങനെ ഇതുപോലുള്ള കട്ട് ബീഡ്സ് വെച്ചുള്ള വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സിംഗിളായിട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
സിംഗിൾ ലെയർ കഴിഞ്ഞതേ നമ്മൾ ഡബിൾ ലെയറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് സിംഗിൾ ലെയറിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഡബിൾ ലെയറും കൂടി ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോക്ക്. അപ്പോൾ ഇതേ നമ്മൾ ഡബിൾ ലെയറും സിംഗിൾ ലെയർ ചെയ്തതുപോലെ തന്നെ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി ആരും ആരി വർക്ക് അറിയില്ല എന്ന് പറയരുതേ. അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ ആവശ്യപ്പെടുന്ന മോഡലുകൾ നമ്മളിതുപോലെ ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുതേ. കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ എംബ്രോയ്ഡറി വർക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.